ഹല്ല ഗസ് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഫുഡിൽ ഏറ്റവും നല്ലൊരു ഫുഡെന്ന് ഇത് തന്നെ പറയട്ടെ. ഞാൻ തന്നെ അത്ഭുതപ്പെട്ട ഒരു ഫുഡ് തന്നെ കേട്ടോ, നമ്മുടെ മട്ടൻ്റെ റോസ്റ്റ് ആട്ടാ. അപ്പോൾ അതിന് വേണ്ടി ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, അതുപോലെ തന്നെ വെളുത്തുള്ളി ഇതെല്ലാം കൂടി ചതച്ച് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ആദ്യം തന്നെ മട്ടൻ എടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ടാണ് ഞാൻ എടുത്തിരിക്കണം. അതിലേക്ക് നമ്മുടെ പെരിഞ്ചീരകം ഒന്ന് പൊടിച്ച് ചതച്ച് ചേർത്ത് കൊടുക്കാവേ. അതുപോലെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കണം മിക്സ് കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും വിനീഗർ കൂടി ചേർത്തിട്ടാണ് കേട്ടോ നമ്മൾ പെരട്ടി എടുക്കാൻ വേണ്ടി. ഇങ്ങനെ ചെയ്യുന്ന വേറൊന്നും അല്ല കേട്ടോ, മട്ടനൊരു സ്മെല്ലില്ല, അത് മാറാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ മട്ടനും കഴിക്കാൻ മടിയുള്ളവർ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടോ, അപ്പോൾ കഴിച്ചു വെക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു 20 മിനിറ്റോളം ഞാൻ വെച്ചിട്ടാട്ടോ കുക്കറിലേക്ക് ഇപ്പോൾ ഇടുന്നത്. ഇനി പൊടികളെല്ലാം മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, അതുപോലെ കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. മിക്സ് ചെയ്യുമ്പോൾ കയ്യിൽ ഇച്ചിരി ഓയിൽ പുരട്ടിയിട്ട് മിക്സ് ചെയ്യാൻ എനിക്ക് നല്ല കേട്ടോ, കാരണം എനിക്ക് കൈ നല്ല ഊത്തലുണ്ടായിരുന്നു കേട്ടോ, നല്ല എരിവല്ലായിരുന്നു അതിൻ്റെ കൊണ്ട്. അപ്പോൾ ഇനി വേണ്ടത് കുറച്ച് ഒരു പിടിയോളം നമ്മുടെ സവാള വേണം കേട്ടോ. ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത പിന്നീട് കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇനി വിസിലടിച്ചോട്ടെ. 13 14 വിസിലടിക്കട്ടെ. ഞാൻ ഏകദേശം 13 വിസിലടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കാരണം മട്ടൻ നല്ല രീതിക്ക് വെന്ത് കിട്ടണം, ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ബീഫൊക്കെ മാറിക്കോട്ടെ, ഈ ഒരു ഐറ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ അമ്മ അടിപൊളി സാധനം എന്ന് വെച്ചാൽ അടിപൊളി സാധനം കേട്ടോ. ആദ്യം തന്നെ പാൻ ചൂടാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സവാളയും പച്ചമുളകും കറിവേപ്പില കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളി ഓൾറെഡി നമ്മൾ ചേർത്തിട്ടുള്ളതുകൊണ്ട് ചേർക്കണ്ട കേട്ടോ, ആവശ്യത്തിൽ അതിലുണ്ട്. ഇനി ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല രീതിക്ക് വാട്ടിയെടുക്കാവേ. സവാള നല്ല രീതിക്ക് വാടണം, എന്നാലേ നമ്മുടെ മസാല കറക്റ്റ് ആവത്തുള്ളൂ കേട്ടോ. സവാള അതിൻ്റെ ഇടയ്ക്ക് അടുന്നൊക്കെ ചാടിപ്പോകുന്നുണ്ട്, വേറൊന്നുമല്ല, നല്ല രീതിക്ക് അരിഞ്ഞെടുക്കണമായിരുന്നു. ചെറുതാക്കി അരിയേണ്ടായിരുന്നു കേട്ടോ, ഞാൻ സ്പീഡി അരിഞ്ഞുകൊണ്ടായിരിക്കും അങ്ങനെ കേട്ടോ. ഇടയ്ക്കൊക്കെ ഒന്ന് കരിഞ്ഞ പോലെ നിങ്ങൾക്ക് തോന്നുന്നല്ല കേട്ടോ. നൈസായിട്ട് അരിഞ്ഞതൊക്കെ നല്ല രീതിക്ക് മൂത്തതും മറ്റേതൊക്കെ ഇതായിട്ടും കിടപ്പുണ്ട് കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കരിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ പള്ളക്ക് കളയേണ്ടി വന്നേനെ കേട്ടോ. പിന്നെ മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ മല്ലിപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് വേണം കേട്ടോ നമ്മൾ നേരത്തെ ചേർക്കാൻ വേണ്ടിയിട്ട്. അതെല്ലാം കൂടി ചേർത്ത് നല്ല രീതിക്ക് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇനിയാണ് ടാസ്ക്, കൈ വിടാതെ മൂപ്പിച്ചെടുക്കണം കേട്ടോ, എന്നാലേ നമ്മുടെ മസാല കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. ആ മണമൊക്കെ പോയതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ചിരിക്കുന്ന നമ്മുടെ മട്ടൻ കൂടി ഇതിൻ്റെ അകത്തേക്ക് ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ലേശം ഒന്ന് വെള്ളം പറ്റിയാൽ മതി കേട്ടോ, നമ്മുടെ സാധനം റെഡി. എനിക്ക് ഇപ്പം തന്നെ വായിൽ നിന്ന് വെള്ളം വരും കേട്ടോ. അതുപോലൊരു ഐറ്റം ഞാൻ ഇങ്ങനൊരു ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. ബീഫ് റോസ്റ്റ് ചെയ്യുന്ന പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാമെന്നേ വിചാരിച്ചുള്ളൂ കേട്ടോ. ഇത്രയും നല്ല ഗംഭീര ഒരു ഐറ്റം ആവുമെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ തിന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു കേട്ടോ. ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഒരു സ്മെല്ലോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മുടെ മോരുകാച്ചി കൂടി ഉണ്ട്. ഇതൊക്കെ കൂട്ടി ഒരു പിടുത്തം പിടിക്കട്ടെ. അപ്പം നെക്സ്റ്റ് വീഡിയോ